നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. KSU മുഖ്യമന്ത്രി പോരെ മുറുകുകയാണ്. മുഖ്യമന്ത്രിയും KSU സംസ്ഥാന അധ്യക്ഷനും ഒരേ പരിപാടിയിൽ പങ്കെടുത്തുവെങ്കിലും മുഖ്യമന്ത്രി മുഖം കൊടുക്കാത്തതാണ് ഇപ്പോൾ ഇവിടുത്തെ വലിയൊരു പ്രശ്നമായിട്ട് മാധ്യമങ്ങളൊക്കെ എടുത്തു കാണിക്കുന്നത്. KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ മുഖ്യമന്ത്രി VD സതീശന്റെ അടുത്ത് പോയി കാണാൻ ശ്രമിച്ചെങ്കിലും മുഖം നൽകാതെ കടന്നു പോവുകയായിരുന്നു. തേവര സേക്രഡ് ഹാർട്ട് കോളേജ് സംഘടിപ്പിച്ച സ്വീകരണ പരിപാടിയിലാണ് മുൻ വിദ്യാർത്ഥികളായ ഇരുവരും പങ്കെടുത്തത്. ഏതായാലും ഇപ്പോൾ മുഖ്യമന്ത്രി മൈൻഡ് ചെയ്തില്ല, മുഖ്യമന്ത്രി ചിരിച്ചില്ല, മുഖ്യമന്ത്രി നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിങ്ങനെ പല കോണുകളിൽ നിന്ന് പലതരത്തിൽ പല ചർച്ചകളും വിമർശനങ്ങളും ഉയരുന്ന ഈ ഒരു വേളയിൽ അത് കത്തി നിൽക്കുമ്പോൾ KSUവിനെ പുകഴ്ത്തി ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. KSU യൂത്ത് കോൺഗ്രസ് കാലത്ത് തന്റെ സഹപ്രവർത്തകരായിരുന്ന പ്രഫുല്ലചന്ദ്രനെയും മാരായമുട്ടം സുരേഷിനെയും അനുസ്മരിച്ചുകൊണ്ടുള്ള കുറിപ്പിലാണ് KSUയുടെ പ്രശംസ. മുഖ്യമന്ത്രി VD സതീശനും KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറും തമ്മിലുള്ള ഭിന്നത ചർച്ചയായതിനു പിന്നാലെയാണ് KC വേണുഗോപാൽ KSUവിന്റെ പോരാട്ടത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. ഈ പോസ്റ്റ് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്കിട നൽകിയിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഏറെ സങ്കടമുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്. KSU യൂത്ത് കോൺഗ്രസ് കാലഘട്ടങ്ങളിൽ ഒപ്പം പ്രവർത്തിച്ച 2 സഹപ്രവർത്തകരുടെ വേർപാട് മനസ്സിലുണ്ടാക്കിയ മുറിവ് ചെറുതല്ല. അതിൽ ഒരാൾ പ്രിയപ്പെട്ട പ്രഫുല്ലചന്ദ്രനാണ്. 3.5 പതിറ്റാണ്ട് കാലം മുമ്പുള്ള ചോരമണം നിറഞ്ഞ ഓർമ്മകളാണ് ആ മരണവിവരം കേട്ടതോടെ തിരയടിച്ചെത്തിയത്. 1989 നടന്ന പാഠപുസ്തകം സമരം KSU എന്ന വിദ്യാർത്ഥി സംഘടനയുടെ വളർച്ചയുടെ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഏടായിരുന്നു. അന്ന് സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ അറസ്റ്റ് ചെയ്ത ഞാൻ അടക്കമുള്ള പ്രവർത്തകരെ നന്ദാവനം AR ക്യാമ്പിലെ അതിക്രൂര മർദ്ദനത്തിന് പോലീസ് വിധേയമാക്കുമ്പോൾ ഒപ്പം പ്രഫുല്ലചന്ദ്രനുമുണ്ടായിരുന്നു. ആദ്യകാലം SFIക്കൊപ്പമായിരുന്നുവെങ്കിലും പിന്നീട് KSUവിനൊപ്പം അണിചേരുകയായിരുന്നു പ്രഫുല്ലചന്ദ്രൻ. നിസ്വാർത്ഥമായ സജീവ പ്രവർത്തനം കൊണ്ട് ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ടവനായി പ്രഫുല്ലചന്ദ്രൻ മാറിയിരുന്നു. KSUവിന് ശേഷം യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കാതെ സേവാദളിൽ ചേർന്ന പ്രഫുല്ലചന്ദ്രൻ പടിപടിയായി ഉയർന്ന് സംസ്ഥാന ഓർഗനൈസർ പദവിയിൽ വരെ എത്തി. അതിനുശേഷം അതിയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വൈസ് പ്രസിഡന്റ് സ്ഥാനം വരെ എത്തി. അവസാന കാലം വരെയും തിരുവനന്തപുരം പെരിങ്ങമല പ്രദേശത്തെ പാർട്ടിയുടെ പ്രധാന മുഖങ്ങളിൽ ഒന്നായി പ്രഫുല്ലചന്ദ്രൻ തുടർന്നു. ഇന്ന് പ്രഫുല്ലചന്ദ്രന്റെ ചേതനയേറ്റ ശരീരത്തിന് മുന്നിൽ നിന്നപ്പോൾ നന്ദാവനത്തെ അതിക്രൂരമായ ലാത്തി ചാർജിന്റെ ഓർമ്മകളാണ് മനസ്സിലേക്ക് ഓടിയെത്തിയത്. എനിക്ക് മുമ്പേ ആദ്യത്തെ ലാത്തിയടി വീണത് പ്രഫുല്ലിന്റെ ശരീരത്താണ്. അതിക്രൂരമായ മർദ്ദനമേറ്റ് ഞങ്ങളെല്ലാം ചോരയിൽ കുളിച്ചു നിൽക്കുമ്പോഴും സ്വന്തം വേദന വകവയ്ക്കാതെ മറ്റുള്ളവരെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലീസിനോട് അലമുറയിടുന്ന പ്രഫുല്ലിനെ മറക്കാൻ അക്കാലത്തെ ഞങ്ങളുടെ KSU തലമുറയ്ക്ക് കഴിയില്ല. പിന്നെയും ഒട്ടേറെ വിദ്യാർത്ഥി യുവജന സമരമുഖങ്ങളിൽ അതിലുമേറെ വീറോടെ കണ്ടിട്ടുണ്ട്. മനസ്സിനും ശരീരത്തിനും ഏറ്റത് ഒരു കാലത്തിന് മറക്കാൻ കഴിയാത്ത മുറിവുകളാണെന്ന് പ്രഫുല്ലചന്ദ്രനുമായുള്ള അവസാന കൂടിക്കാഴ്ച പോലും എന്നോട് പറയുന്നുണ്ട്. KSU ആണ് എന്നെയും പ്രഫുല്ലചന്ദ്രനെയും ഒന്നിപ്പിച്ചത്, ഞങ്ങളെയെല്ലാം ഒന്നിച്ചു ചേർത്തത്. ഇന്നീ കാണുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ വാർത്തെടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചതും KSUവിന്റെ പോരാട്ട വീര്യം തന്നെ. പ്രഫുല്ലചന്ദ്രന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു പഴയ KSU പ്രവർത്തകന്റെ വികാര വായ്പോടെ ഹൃദയാഞ്ജലികൾ അർപ്പിക്കുന്നു. KSUവിലും യൂത്ത് കോൺഗ്രസിലും സഹപ്രവർത്തകനായിരുന്ന മാരായമുട്ടം സുരേഷും വിദ്യാർത്ഥി യുവജന സമരമുഖങ്ങളിൽ നെഞ്ചു വിരിച്ചു നിന്ന് പ്രസ്ഥാനത്തെയും പ്രവർത്തകരെയും സംരക്ഷിച്ച നേതാവാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിലും തലസ്ഥാനത്തെ നഗരവീഥികളിലും നിരവധി സമരമുഖങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ചവരായിരുന്നു. KSUവിലും യൂത്ത് കോൺഗ്രസിലും ജില്ലാ സെക്രട്ടറിയായ സുരേഷ് പിന്നീട് DCC ജനറൽ സെക്രട്ടറിയായി ഒരു പ്രതിസന്ധിയിലും പതറാത്ത പോരാളിയായിരുന്നു സുരേഷ്. സഹപ്രവർത്തകരോടും പ്രസ്ഥാനത്തോടും അചഞ്ചലമായ കൂറും പ്രതിബദ്ധതയും മരണം വരെയും പുലർത്തിയ സുരേഷിന്റെ വേർപാട് ഞങ്ങൾക്കെല്ലാം വലിയ നഷ്ടമാണ്. ആദരാഞ്ജലികൾ എന്നും പറഞ്ഞാണ് ഈ പോസ്റ്റ് അവസാനിക്കുന്നത്. ഈ പോസ്റ്റ് ഒരു അനുശോചന കുറിപ്പാണെങ്കിലും ഒരു 10 തവണയെങ്കിലും KSU എന്ന് എടുത്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് മനഃപൂർവ്വം ആരെയെങ്കിലും ലക്ഷ്യം വെച്ചിട്ടുള്ളതാണോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. അതേസമയം ഒരേ ചടങ്ങിൽ ഉണ്ടായിരുന്നിട്ടും മുഖ്യമന്ത്രി ഗൗനിക്കാതെ പോയതിൽ പ്രതികരിച്ച് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ രംഗത്ത് വന്നിരുന്നു. KSUകാരുടെ ചോരയും നീരുമാണ് ഈ സർക്കാരെന്നും തെറ്റ് ചൂണ്ടിക്കാട്ടിയത് മാത്രമാണ് ചെയ്തതെന്നും അത് തെറ്റായി തോന്നുന്നില്ലെന്നും അത് ഇനിയും തുടരുമെന്നാണ് അലോഷ്യസ് സേവ്യർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പഠിച്ച രാഷ്ട്രീയം സമുന്നതരെ കാണുമ്പോൾ ചിരിക്കുക എന്നുള്ളതാണ്. പ്രവർത്തകരുടെ വികാരം ഉൾക്കൊള്ളുക
കാണുകയാണ് ഞാൻ പഠിച്ചത്. KC-കാരുടെ ചോരയും നീരയുമാണ് ഈ സർക്കാർ. തെറ്റ് ചൂണ്ടിക്കാട്ടിയത് മാത്രമാണ് ഞാൻ ചെയ്ത തെറ്റെന്നും അത് തുടരുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത് വിമർശനമായി കാണേണ്ടതില്ല. മുഖ്യമന്ത്രിയെ കാണാൻ കഴിയാത്തത് തെറ്റായി കാണുന്നില്ല. ഇനിയും മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിക്കുമെന്നും ഗവൺമെന്റ് പ്ലീഡർ വിഷയത്തിൽ ആശങ്കകൾ പങ്കുവയ്ക്കുമെന്നും അലോഷ്യസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ, അതായത് ഈ ഒരു അലോഷ്യസുമായി നിൽക്കുന്ന ഈ ഒരു അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളിലും എടുത്തിട്ടുള്ള ഈ ഒരു വിഷയം കത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ KC വേണുഗോപാലിന്റെ ഒരു കുറിപ്പും ചർച്ചയാകുന്നത്. മുഖ്യമന്ത്രി KC തർക്കം നിലനിൽക്കുന്നതിനിടെയാണ് VD സതീശനും അലോഷ്യസ് സേവ്യറും ഒരേ ചടങ്ങിൽ എത്തുന്നത്. വേദിയിൽ സംസാരിച്ചതിന് ശേഷം പുറത്തിറങ്ങിയ മുഖ്യമന്ത്രി അലോഷ്യസ് സേവ്യറെ കാണാതെ മടങ്ങുകയായിരുന്നു. സതീശനെ കാണാൻ അലോഷ്യസ് കാത്തു നിന്നെങ്കിലും സതീശൻ മുഖം കൊടുത്തില്ല. അതേസമയം അലോഷ്യസ് സേവ്യറിനെതിരെ KC എറണാകുളം ജില്ലാ പ്രസിഡന്റ് KM കൃഷ്ണലാൽ രംഗത്ത് വന്നിട്ടുണ്ട്. വിഷയത്തിൽ മുഖ്യമന്ത്രിയെ പിന്തുണച്ചുകൊണ്ടാണ് KM കൃഷ്ണലാൽ രംഗത്ത് വന്നത്. മുഖ്യമന്ത്രിക്കെതിരെ ആസൂത്രിത നീക്കമെന്ന KM കൃഷ്ണലാൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. പ്ലീഡർ വിവാദം അനാവശ്യമാണെന്നാണ് കൃഷ്ണലാലിന്റെ വാദം. CPM BJP മുൻ നേതാക്കളെ സ്ഥാനാർത്ഥികളാക്കിയപ്പോൾ ഇല്ലാത്ത പ്രശ്നമാണ് ഇപ്പോൾ ചിലർക്കുള്ളതെന്നും കൃഷ്ണലാൽ ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിൽ പറഞ്ഞു. മുൻകാല രാഷ്ട്രീയം ഉപേക്ഷിച്ചവരെയാണ് പ്ലീഡർമാരാക്കിയത്. പാർട്ടിക്കകത്ത് പരാതികൾ ഉന്നയിക്കാൻ അവസരമുണ്ട്. പരാതികൾ ആദ്യം മാധ്യമങ്ങളിൽ എത്തുന്നത് ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണെന്നും കൃഷ്ണലാൽ ചോദിച്ചു. പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി എടുത്ത നിലപാടിൽ എന്താണ് തെറ്റെന്ന് ചോദിച്ചുകൊണ്ടാണ് കൃഷ്ണലാലിന്റെ കുറിപ്പ് തുടങ്ങുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ BJP-യുടെയും ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിച്ച വ്യക്തികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സീറ്റുകളിൽ മത്സരിച്ചപ്പോൾ ആർക്കുമില്ലാത്ത ബുദ്ധിമുട്ടാണല്ലോ ഇപ്പോൾ ചിലർക്കെന്നും ജില്ലാ പ്രസിഡന്റ് ചോദിക്കുന്നു. അന്നൊന്നും KC-കാരന്റെയും യൂത്ത് കോൺഗ്രസുകാരന്റെയും അവസരം നഷ്ടപ്പെട്ടിട്ടില്ലേ? ഇന്ന് KC-കാരുടെയും യൂത്ത് കോൺഗ്രസുകാരുടെയും അവസരങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് വാചാലമാകുന്നവർ അന്ന് എന്തേ മിണ്ടാതിരുന്നതെന്നും കൃഷ്ണലാൽ ചോദിച്ചു. പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട മുൻകാലങ്ങളിൽ കലാലയ രാഷ്ട്രീയത്തിൽ SFI ആയിരുന്നു അല്ലെങ്കിൽ ABVP ആയിരുന്നു എന്ന് പറയുന്നതിൽ എന്താണ് പ്രസക്തി? അവർ മുൻകാല രാഷ്ട്രീയം ഉപേക്ഷിച്ച് വർഷങ്ങളായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആശയം പിന്തുടരുന്നവരാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പോഷക സംഘടനയായ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൽ അംഗത്വമുള്ളവരെ, കോൺഗ്രസ് പ്രവർത്തകരുടെ കേസുകൾ വാദിക്കുന്നവരെ പ്ലീഡർമാരായി നിയമിക്കുന്നതിൽ എന്താണ് തെറ്റെന്നും കൃഷ്ണലാൽ ചോദിച്ചു. അവരുടെ മുൻകാല രാഷ്ട്രീയം പറഞ്ഞ് അവരെ ക്രൂശിക്കുന്ന പാരമ്പര്യമല്ല, മുൻകാല രാഷ്ട്രീയം ഉപേക്ഷിച്ച് കോൺഗ്രസിന്റെ പാതയിലുള്ളവരെ സംരക്ഷിക്കുന്ന പാരമ്പര്യവും ചരിത്രവുമാണ് ഇക്കാലം അത്രയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളത്. പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ഇടതുപക്ഷ അനുഭാവികൾ ലിസ്റ്റിൽ ഇടം പിടിച്ച് എന്ന വാർത്ത വന്നപ്പോൾ അത് പരിശോധിക്കാൻ തയ്യാറാവുകയും അത് പരിശോധിച്ച് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ നിയമനം റദ്ദാക്കിയ നേതാവുമാണ് VD സതീശൻ. KSU നേതാക്കന്മാർക്ക് പാർട്ടിക്കകത്ത് പരാതികൾ ഉന്നയിക്കാനുള്ള എല്ലാ അവസരങ്ങളും നിലനിൽക്കെ നവമാധ്യമങ്ങളിൽ എന്തിന് വിഴുപ്പലക്കുന്നുവെന്നും കൃഷ്ണലാൽ ചോദിച്ചു. KSUവിന്റെ ഗ്രൂപ്പ് മാനേജർമാരായ ചില നേതാക്കന്മാരോട് ഏതെങ്കിലും നേതാവിന്റെ പ്രീതി പിടിച്ചുപറ്റാൻ ഫേസ്ബുക്ക് താളുകളിൽ 4 എഴുത്തെഴുതിയാൽ താഴെ വീഴുന്നതല്ല കേരള മുഖ്യമന്ത്രിയും സർക്കാരും എന്നോർത്താൽ നല്ലതെന്ന് പറഞ്ഞുകൊണ്ടാണ് കൃഷ്ണലാൽ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്.